വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് പുറകെ കോൺഗ്രസിൽ ഭിന്നത. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പാർട്ടി വിട്ടു. അഡ്വക്കേറ്റ് ടി.എച്ച്. മുഹമ്മദ് ഷഫീഖാണ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് പാർട്ടി വിടുന്നതായി മാധ്യമങ്ങളെ അറിയിച്ചത്. മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയം പേയ്മെന്റ് സീറ്റാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സമ്പൂർണ്ണ പരാജയമാണെന്നും ഷഫീഖ് ആരോപിച്ചു. KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് അതിന്റെ ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിച്ച കേവലം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെ പ്രവർത്തിക്കുകയാണ് എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് വടക്കാഞ്ചേരിയിലെ UDF സ്ഥാനാർത്ഥിയെ നിയമനമെന്നും ഷഫീഖ് ആരോപിച്ചു. മണ്ഡലത്തിൽ പരിചയസമ്പത്തും പ്രവർത്തന പാരമ്പര്യവും ജനസമ്മതിയും വിജയസാധ്യതയുമുള്ളവരെ മാറ്റി നിർത്തി വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലം സീറ്റ് കേവലം ഒരു പേയ്മെന്റ് സീറ്റാക്കിയത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് പ്രതിഷേധം രേഖപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെക്കുന്നത് എന്നും അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ് മാധ്യമങ്ങളോട് പറഞ്ഞു. വടക്കാഞ്ചേരി ശ്രീ വ്യാസ NSS കോളേജ് KSU യൂണിറ്റ് പ്രസിഡന്റ്, KSU ജില്ലാ ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ്, കോൺഗ്രസ് ജില്ലാ റിസോഴ്സ് പേഴ്സൺ, കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ജില്ലാ സെക്രട്ടറി, ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് വടക്കാഞ്ചേരി യൂണിറ്റ് സെക്രട്ടറി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ തുടങ്ങി കോൺഗ്രസിന്റെയും പോഷക ഘടകങ്ങളുടെയും വിവിധ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് ഷഫീഖ്. BJPയുമായി ഡീലുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് തൃശ്ശൂരിലെ ഒരു പ്രമുഖ വ്യവസായം മുൻനിർത്തിക്കൊണ്ടാണ് അതിന് വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നത്. ആ ശ്രമം ഈ നാട്ടിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ തിരിച്ചറിയണം. ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിക്ക് സീറ്റ് കിട്ടിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം തീർച്ചയായും BJP സ്ഥാനാർത്ഥിയാവുന്നത്. കാരണം 2012 KSU തെരഞ്ഞെടുപ്പിൽ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ചു. ആ മത്സരത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടപ്പോൾ അന്ന് അദ്ദേഹം നടത്തിയ പ്രസ്താവന എന്ന് പറയുന്നത് BJP ശക്തി ഉണ്ടായിരുന്നെങ്കിൽ BJPയിലേക്ക് പോകാമായിരുന്നു എന്നാണ് അന്ന് പറഞ്ഞത്. എന്നോട് വ്യക്തിപരമായി അദ്ദേഹം പറഞ്ഞത്. അന്ന് BJP ഇത്രമേൽ ശക്തമല്ല. 2014 ശേഷമാണ് BJPയിൽ മാറ്റം വന്നു തുടങ്ങിയത്. അപ്പോൾ 2012 തന്നെ BJPയിലേക്ക് പോകാനുള്ള ആശയം പങ്കുവച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് ഒരു ജനാധിപത്യ മതേതര പ്രസ്ഥാനത്തിൽ നിൽക്കാൻ യാതൊരു യോഗ്യതയുമില്ല സ്ഥാനാർത്ഥിയായിട്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.